ബി.ജെ.പിയിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ബി.ജെ.പി നേതൃത്വത്തെ ആകെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. ആ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ലിസ്റ്റാണ് ഇപ്പോൾ പരസ്യമാക്കിയിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റിന്റെ വിശദീകരണങ്ങൾക്ക് തൊട്ടു പിന്നാലെ പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെയാണ് ഈ തെളിവുകൾ ഒന്നൊന്നായി പുറത്തുവിടുന്നത്. നമ്മളോടൊപ്പം അഞ്ജു കൂടി ചേരുന്നുണ്ട്. അഞ്ജുവിലേക്ക് പോകാം. അഞ്ജു, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ട് ഏതൊക്കെ വിധത്തിൽ വെട്ടിക്കാം എന്നുള്ളതിൻ്റെ ഒരു വലിയ ഗവേഷണം ബി.ജെ.പിക്കുള്ളിൽ നടന്നിട്ടുണ്ട്, അതിൻ്റെ നേതൃനിരയിൽ നടന്നിട്ടുണ്ട്. ആ തെളിവുകൾ പുറത്തുവിടുന്നത് പുറത്തു നിന്നുള്ള ഒരാളുമല്ല, ആ ബി.ജെ.പിക്കുള്ളിൽ തന്നെയുള്ള ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ അതിനുള്ളിലെ ഒരു അസ്വാരസ്യം, അതിനുള്ളിലെ ആ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന തെളിവുകളൊക്കെ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ആകെ വെട്ടിലായിരിക്കുന്നു കേരളത്തിൽ ബി.ജെ.പി, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് സിന്ധൂരി. കേരളത്തിലെ സംസ്ഥാന ബി.ജെ.പി നേതൃത്വം വലിയൊരു തിരിച്ചടിയിലേക്ക് പോകുക, അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. കാരണം ഈ ബി.ജെ.പി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിരോധ കോട്ടകളൊക്കെ ഈ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കെട്ടാൻ ഈ ബി.ജെ.പിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ഈ കേന്ദ്ര കമ്മിറ്റീൻ്റെ ഒരു ഓഡിറ്റ് നടന്നിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നൽകിയ ഫണ്ടിൻ്റെ ഒരു ഓഡിറ്റ് നടന്നിരുന്നു. ആ ഓഡിറ്റിന് തൊട്ട് പിന്നാലെയായിരുന്നു ഈ അഴിമതി ആരോപണം, ഇത്തരത്തിൽ പൈസ വെട്ടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. അതിന് പിന്നാലെ രാജീവ് ചന്ദ്രശേഖരൻ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. നല്ല രീതിയിൽ ഈ ഓഡിറ്റ് പൂർത്തിയാക്കിയ ദേശീയ നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടായിരുന്നു ഒരു പ്രസ്താവന പൂർത്തിയാക്കിയത്. ഈ പ്രസ്താവനയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്ത് ഇത്തരത്തിൽ വലിയൊരു അഴിമതി നടന്നിട്ടില്ല, ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയൊക്കെ വസ്തുതാവിരുദ്ധമാണ് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷേ അതിനെയെല്ലാം റദ്ദാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തികൾ. കാരണം ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പ് മാനേജിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ പേരടക്കമാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് ഈ എസ് സുരേഷിൻ്റെ പേരാണ്. എസ് സുരേഷിനെതിരെയാണ് വലിയ ആരോപണങ്ങൾ ഒരുപക്ഷം നേതാക്കൾ ഉയർത്തുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ ബി.ജെ.പി ഓഫീസിനുള്ളിൽ ഇരുന്ന് വലിയ രീതിയിലുള്ള ക്രമക്കേടാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് നടത്തിയതെന്നാണ് ഈ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതിയും സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ദേശീയ നേതൃത്വത്തിന് അയച്ചിരുന്നു. അത് ഈ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള BL സന്തോഷിനാണ് ഇത്തരത്തിലൊരു പരാതി പോയിട്ടുള്ളത്. ഈ പരാതിയുടെ ഒരു പകർപ്പും പുറത്തു വന്നിട്ടുണ്ട്. ഈ പകർപ്പിൽ പ്രത്യേകം പറയുന്നത് ഈ അഞ്ജന, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഞ്ജന കൊടിതോരണങ്ങളുടെ പേരിൽ പണം തട്ടി എന്നുള്ളൊരു വിവരമായിരുന്നു. ഇത് മാത്രമല്ല തട്ടിച്ചിരിക്കുന്നത്, വലിയൊരു അഴിമതി ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ പരാതിയിൽ പറയുന്നത് ഈ നേതാക്കൾ പ്രചാരണത്തിനായി സംസ്ഥാനത്തേക്ക് വന്ന നേതാക്കൾക്ക് റൂം എടുത്തു കൊടുത്ത വകയിൽ പോലും വലിയ തട്ടിപ്പുകൾ നടന്നു. അതായത് ഈ സ്റ്റാർ ഹോട്ടലുകളിലാണ് ഇവർ റൂം എടുത്തു കൊടുത്തത്. അപ്പോൾ ചുരുക്കം റൂമുകൾ മാത്രം എടുത്തു കൊടുത്തിട്ട് അത് 30-40 റൂമുകളുടെ കണക്കാണ് ഇവർ രേഖയിൽ വരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ PR വർക്കുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതി നടന്നിട്ടുണ്ട്. അതുപോലെ വാഹനങ്ങൾ റെന്റിനെടുത്തതുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ട്. ഈ കട്ടൗട്ടുകൾ ഒരു കമ്പനിക്ക് മാത്രം നൽകി അതിലും വലിയ ഫണ്ട് തട്ടിപ്പ് ഈ ബി.ജെ.പിയുടെ ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ വ്യക്തമായ തെളിവുകൾ സഹിതം രേഖപ്പെടുത്തിയ ഒരു പരാതിയാണ് ഈ ദേശീയ നേതൃത്വത്തിന് പോയിട്ടുള്ളത്. അത്തരത്തിലൊരു പരാതിയുടെ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ സംസ്ഥാന നേതൃത്വം ഇതിൽ വലിയ രീതിയിൽ ആശങ്കയിലായിരിക്കുകയാണ്. ഇതെല്ലാം ഈ ആരോപണങ്ങളൊക്കെ പോയി നിൽക്കുന്നത് സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും നേരെയാണ്. കാരണം ഈ ബി.ജെ.പിയുടെ ഓഫീസ് ഭരിക്കുന്നത് അവരാണെന്നും അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അഴിമതി ഈ ബി.ജെ.പി ഓഫീസിൽ നടക്കുന്നതെന്നും ഈ ഫണ്ട് തട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നതെന്നുമാണ് ഈ ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നത്. അതുമാത്രമല്ല എസ് സുരേഷിനെതിരെ കൂടിയാണ് ഇവരുടെ ആരോപണങ്ങൾ പോകുന്നത്. നിലവിൽ ഈ സമയത്ത് അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് പുറത്തു നിൽക്കുന്നത് ഈ അഞ്ജനയാണ്. സംസ്ഥാന സെക്രട്ടറി അഞ്ജനയും കുറച്ച് മേഖലാ നേതാക്കളും മാത്രമാണ്. വേറെ ആർക്കെതിരെയും വലിയ രീതിയിലുള്ള നടപടി എടുത്തിട്ടില്ല. അഞ്ജനയിൽ മാത്രം ഈ പരാതി ഒതുക്കി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെതിരെയാണ് ഈ പാർട്ടി പ്രവർത്തകർ, ബി.ജെ.പിക്കുള്ളിൽ തന്നെ പാർട്ടി പ്രവർത്തകർ പുറത്തു വന്നിരിക്കുന്നത്. സിന്ധൂരി, അഞ്ജു, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സംസ്ഥാന നേതൃത്വത്തെ പ്രധാനമായും രാജീവ് ചന്ദ്രശേഖരനിലേക്കാണല്ലോ ഈ ചോദ്യങ്ങളെല്ലാം കടന്നു ചെല്ലുന്നത്. അവിടെ ഈ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണവും അവിടെ മുടക്കിയ ലക്ഷങ്ങളുടെ കണക്കുകളുമൊക്കെ ഈ ഒരു സമയത്ത് ഉയർന്നു വരികയില്ലേ? അതുകൊണ്ടായിരിക്കുമല്ലോ രാജീവ് ചന്ദ്രശേഖർ ഈ പുറത്തു വരുന്ന കണക്കുകളോടും വിവാദങ്ങളോടും ഒരു മുഖം തിരിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത്.
അങ്ങനെ തന്നെയാണ് സിന്ധൂരി. കാരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഫണ്ടായിരുന്നു ദേശീയ നേതൃത്വത്തിൽ നിന്ന് സംസ്ഥാനത്തിന് നൽകിയിരുന്നത്. അതായത് ഈ മണ്ഡലങ്ങൾ തിരിച്ച് ഫണ്ട് നൽകിയിരുന്നു. 140 മണ്ഡലങ്ങളിലും ചുരുങ്ങിയത് 1 കോടി രൂപ വീതമാണ് ഓരോ മണ്ഡലങ്ങളിലും നൽകിയത്. ഇനി അവർക്ക് വിജയസാധ്യത അവരധികം കൽപ്പിക്കുന്ന ഒരു മണ്ഡലമാണെന്നുണ്ടെങ്കിൽ അവിടെ അതിലധികം ഫണ്ട് നൽകുന്നു. അങ്ങനെ ഒരു ക്ലാസ് തിരിച്ചുള്ള ഒരു ഫണ്ട് വിതരണമായിരുന്നു നടന്നത്. ഇത്തരത്തിൽ നേമം മണ്ഡലം അവർ വലിയ രീതിയിൽ വിജയപ്രതീക്ഷ വെച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തുക ഈ മണ്ഡലത്തിലേക്കും എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ നേമം മണ്ഡലത്തിലേക്ക് അനിയന്ത്രിതമായി ഫണ്ട് ഒഴുകിയതോടുകൂടി തന്നെ ഈ സംസ്ഥാന അധ്യക്ഷൻ ഇതിന് പിന്നാലെ നടന്ന അഴിമതികളിലെല്ലാം കണ്ണടയ്ക്കുന്ന ഒരു സമീപനമാണ് നടത്തിയതെന്ന ഒരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. ആ ഒരു ആരോപണം ശരി തന്നെയാണ്. കാരണം നേമം മണ്ഡലത്തിൽ ഒഴുക്കിയ പണത്തിന് ഇപ്പോഴും ഒരു കണക്കില്ല. അത്തരത്തിൽ നമ്മൾ ഈ വിവരം നമ്മൾ CPM നേതാക്കളോട് ചോദിക്കുമ്പോൾ ഈ കടകംപള്ളി അടക്കം പറയുന്നുണ്ട്, പണത്തിനധിഷ്ഠിതമായ ഒരു വിജയമാണ് തിരുവനന്തപുരം ജില്ലയിൽ BJP അല്ലെ കേരളത്തിൽ എവിടെയും BJP നേടുന്നത്. അങ്ങനെയാണ് എടുത്തു പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പണത്തിനധിഷ്ഠിതമായ ഒരു വിജയമാണ് BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയതെന്നാണ്. അതിന് ഉദാഹരണം തന്നെയാണ് ഈ ആരോപണം എന്ന് പറയുന്നത്. നേമത്ത് വലിയ രീതിയിൽ ഫണ്ട് ഒഴുക്കിയത് കൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷൻ ഈ കാര്യങ്ങളെല്ലാം കണ്ണടയ്ക്കുന്ന ഒരു സമീപനമാണ് നടത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഫണ്ട് തട്ടിപ്പ് എന്നുള്ള ഒരു ആരോപണം BJPയിൽ ഇല്ല എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. പക്ഷേ ആ ശ്രമങ്ങളെയൊക്കെ പൊളിച്ചെടുക്കുന്നത് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം പ്രവർത്തകർ തന്നെയാണ്. കാരണം മുന്നണി സംവിധാനത്തിലേക്ക് പോകുമ്പോൾ മുന്നണിയിൽ ഈ 2020ക്കും RSSനും അടക്കം പണം നൽകിയതിൽ വലിയ കണക്ക് വെട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഈ കണക്ക് വെട്ടിപ്പുകളൊക്കെ പുറത്തു വരണമെന്ന് ഈ RSS നേതൃത്വം അടക്കം വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നതിനെ തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനും ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നത്. എന്തായാലും ഈ 18-ാം തീയതി കോർ കമ്മിറ്റി യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് വെച്ച്. ആ യോഗത്തിലായിരിക്കും ഇനി പുതിയ കാര്യങ്ങൾ വെളിപ്പെടുക. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന അധ്യക്ഷൻ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാവുകയും മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്കും എത്തും. നിലവിൽ എല്ലാ ആരോപണങ്ങളും ചെന്ന് നിൽക്കുന്നത് ഈ രാജീവ് ചന്ദ്രശേഖറിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അനുയായികൾക്കും നേരെയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് പോലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകളുടെ നേതൃത്വത്തിലാണെന്ന വലിയ ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ വലിയ ആക്ഷേപങ്ങൾക്കെല്ലാം ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെടുത്തി ഉള്ള എല്ലാ ആക്ഷേപങ്ങൾക്കും മറുപടി ഇനി നൽകേണ്ടത് ഈ കോർ കമ്മിറ്റി യോഗത്തിലാണ്. അതിന് മുൻപായിട്ട് ഈ മാധ്യമങ്ങളിലൊന്നും പ്രതികരിക്കാൻ ഈ BJP നേതാക്കൾ ആരും അങ്ങനെ തയ്യാറായിട്ടില്ല. നമ്മൾ രാജീവ് ചന്ദ്രശേഖർ അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ജനാധിപത്യ പാർട്ടിയായി BJPയിൽ പല നടപടികളും എടുക്കും, അച്ചടക്ക നടപടികൾ അടക്കം എടുക്കും. പക്ഷെ അതെല്ലാം ഈ മാധ്യമങ്ങളോട് തുറന്നു പറയേണ്ട ഒരു ആവശ്യമില്ല എന്ന തരത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. അതിന്റെ അർത്ഥം ഒരു അച്ചടക്ക നടപടി എടുത്തിട്ടുണ്ട്, ആ കാര്യം ഉറപ്പാണ്. പക്ഷെ അത് തുറന്നു പറയേണ്ട സാഹചര്യമില്ല എന്ന് മാധ്യമങ്ങളുടെ മേൽ പഴിചാടുന്ന ഒരു സാഹചര്യമാണ് ഈ കുറച്ച് ദിവസങ്ങളായി രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സിന്ധൂരി. അതേ അഞ്ജു, സ്വാഭാവികമാണ് ഇത്തരത്തിലുള്ള കള്ളങ്ങളൊക്കെ. ഒരാൾ കള്ളം ചെയ്താൽ ആ കള്ളം എടുത്തു പറയുമ്പോൾ ആർക്കായാലും ഈ കള്ളം ചെയ്ത ആൾക്ക് എന്തായാലും ദേഷ്യം വരും. ആ ദേഷ്യം മാത്രമാണ് ഈ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് കാണിച്ചിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വിശദമായി തന്നെ അഞ്ജു കാര്യങ്ങൾ നമ്മളോട് പങ്കുവെച്ചു. അഞ്ജു പറഞ്ഞതുപോലെ തന്നെ BJPക്കുള്ളിൽ വളരെ വലിയ പ്രതിരോധത്തിലേക്ക് ഈ സംസ്ഥാന നേതൃത്വം എന്ന് പറയുമ്പോൾ ആ സംസ്ഥാന നേതൃത്വം എന്ന വാക്ക് രാജീവ് ചന്ദ്രശേഖരൻ എന്നൊരു വ്യക്തിയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു ഏകാധിപത്യ മനോഭാവത്തോടു കൂടി തനിക്ക് വേണ്ടപ്പെട്ടവർക്കും അല്ലെങ്കിൽ തന്നോട് ഏറാൻ മൂളുന്ന ആളുകൾക്കും മാത്രമായി കാര്യങ്ങൾ ചെയ്തുവിടുന്ന രീതിയിലേക്ക് BJPയിൽ മാറുന്നു. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ അത് മാറുന്നു എന്നുള്ളതാണ്. അതിനെതിരെ അവർക്കിടയിൽ തന്നെയുള്ള ഒരു വിഭാഗം രംഗത്തെത്തിയപ്പോഴാണ് ഈ വിവരങ്ങൾ, ഈ തെളിവുകൾ സഹിതം ഇപ്പോൾ ഇതാ പൊതുസമൂഹത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും BJP ഈ ഫണ്ട് തട്ടിപ്പിൽ, തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ വളരെ വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അഞ്ജുവാണ് വിശദമായ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.